നാവ് കൃത്യമായി സൂക്ഷിക്കണം, കള്ളം പറഞ്ഞേക്കരുത്. ആര് ജയിക്കും ആര് തോൽക്കുമെന്നറിയാത്ത രീതിയിൽ നിങ്ങൾ ഓരോന്ന് പറയുമ്പോ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടതെന്ന് ചിന്തിച്ചു നോക്കൂ. അത് തീരുമാനിക്കേണ്ട ഒരു സമയം പിന്നെ വരൂലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനം നമ്മളെ നാവ് കൊണ്ട് പറയുമ്പോ ഏത് പട്ടികയിലാണ് സഹോദരങ്ങളെ അതിനെ പെടുത്താൻ പറ്റുന്നത്? നേര് മാത്രമാണ് നാവ് കൊണ്ട് പറയേണ്ടത്. കള്ളം പറയുന്നത് കൂടുതലായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നു. ഒരാള് മാത്രമല്ല, വിവിധ ഭാഗങ്ങളിലേക്ക് കളവ് പരക്കുന്ന രീതിയിലുള്ള കളവില്ലേ? ജഹന്നമിലെ ശിക്ഷ കണ്ടപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ കള്ളം പറഞ്ഞ ആളുകൾക്കുള്ള ശിക്ഷ എങ്ങനെയാ തങ്ങൾ കണ്ടത്? ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വായിങ്ങനെ പിളർത്തിയിട്ട് ഒരു ഇരുമ്പ് പോലത്തെ ഒരു ഉപകരണം കൊണ്ട് വായിങ്ങനെ പൊട്ടിക്കീറുന്നു. അതാ പിൻഭാഗം വരെ വലിച്ചു കീറുകയാണ്. ശരിക്കിങ്ങോട്ട് കീറിക്കഴിഞ്ഞാൽ പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് പിന്നെയും അതാ നാവിന്റെ തൊള്ളയുടെ ഭാഗം ഇങ്ങോട്ട് വലിച്ചു കീറുന്നു. ഇവിടെ കീറുമ്പോഴേക്ക് ഈ ഭാഗം കീറാനായി പൂർണ്ണമായി. രണ്ടാമത് പിന്നെയും കീറുന്നു. രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ വലിച്ചു കീറുന്ന സമയത്ത് ചോദിക്കുന്ന നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, കാണുന്ന മനുഷ്യൻ കളവ് പറഞ്ഞവനാണ്, അതിനുള്ള ശിക്ഷയാണ് അവന്റെ വായക്ക് അല്ലാഹു നൽകിയത്. നരകത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അൽഫമോ, നാവാകുന്നു. ഗീബത്ത് സൂക്ഷിക്കണം, നമീമത്ത് സൂക്ഷിക്കണം. അതും തന്നെ പണ്ഡിതന്മാരെ പറ്റിയും സയ്യിദന്മാരെ പറ്റിയും ഗീബത്തും നമീമത്തും പറഞ്ഞിരുന്ന് രസിക്കരുത്. മുഅ്മിനീങ്ങൾ സാധുക്കളായ മുത്തഖീങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോ ഗൗരവമാർന്ന ശിക്ഷയായിട്ട് അതിന്റെ മുകളിലേക്ക് അത് വരും. നമീമത്ത് അത്ര കടുപ്പമുള്ള ശിക്ഷയാണ്. പരദൂഷണം പറയുന്നത്, ഫിത്നയുടെ വർത്തമാനം പറയുന്നത്, നഊദു ബില്ലാഹ്, ഇല്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത് പലതിനും ഉണ്ട്. ചിരിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടിയിട്ട് നുണ പറയാമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർശനമായ രീതിയിൽ വിലക്കിയതല്ലേ? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ രൂപത്തിൽ പോലും കള്ളം പറഞ്ഞേക്കരുത്. നഊദു ബില്ലാഹ്, ഇതൊക്കെ നാവ് കൊണ്ട് ഉണ്ടായിത്തീരുന്നു. വായ കൊണ്ടല്ലേ ഹറാമ് ഭക്ഷിക്കുന്നത്, ഹറാമ് പറയുന്നത്, പലതിലേക്കും നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തുന്നത്. വായിലൂടെ തന്നെയല്ലേ മദ്യപാനം നിർവഹിക്കുന്നത്, കഞ്ചാവ് വലിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ട മുസ്ലിമേ, നരകത്തിൽ പോയി കുടിക്കാനും തിന്നാനും കൊടുക്കുന്നത് മദ്യപാനികൾക്ക് അല്ലാഹു തആല ഏർപ്പാട് ചെയ്തിരിക്കുന്നത് സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരുടെ കടുത്ത ചീഞ്ചലമാണ്. നരകക്കാരുടെ കടുത്ത ചീഞ്ചലം. ആ ചീഞ്ചലം കുടിക്കാൻ കഴിയുമോ? ഇല്ല. എന്നാലും വിശപ്പിന്റെ ഊക്കുകൊണ്ട്, ദാഹത്തിന്റെ കടുപ്പം കൊണ്ട് യതജറഉഹു വലാ യകാദു യുസീഗുഹു വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. മുസ്ലിമിന്റെ കല്യാണത്തിൽ വരെ മദ്യം വിളമ്പി തുടങ്ങി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കല്യാണത്തിന് പോകുന്ന ആളുകൾക്ക് വരെ തലേന്നും പിറ്റേന്നും പലരും മദ്യപാനം നൽകിക്കഴിഞ്ഞു. മയക്കുമരുന്ന് വസ്തുക്കൾക്ക് ആളുകൾക്ക് കാശ് കൊടുത്തു കഴിഞ്ഞു. മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അതിന്റെ മൊത്ത വ്യാപാരികളും ചില്ലറ വ്യാപാരികളുമായിട്ട് എത്രയാ പിടികൂടപ്പെടുന്നത്. നഊദു ബില്ലാഹ്, നരകത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ എത്രയാണ് കൈക്കലാക്കി നടക്കുന്നത്. അല്ലാഹു തആലയുടെ നിർദ്ദേശം, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. നരകം കാണുന്ന സമയത്ത് പേടിക്കാത്ത ഒരാളും ഇല്ല. നരകത്തെ സംബന്ധിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം വന്ന് വിശദീകരണം നൽകിയപ്പോ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞു, നബിയേ,
നരകത്തെ പോലെ ഒരു തീയും ഇല്ല. അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തീയാണ് നരകം. 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. അത് വെളുത്തു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. അങ്ങനത് ചുവന്നുപോയി. പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. നരകം കറുത്തിരുണ്ടുപോയി. ഇന്ന് നരകം കറുത്ത കളറിലാണ്. കാണുമ്പോ തോന്നും കനല് തീക്കണലൊക്കെ ആറിക്കടക്കാണ്. പക്ഷേ അതിന്റെ ചൂട് ഒരു നിലക്കും ക്ഷമിക്കൂല. അതിന്റെ ജ്വാലകളെ കെടുത്താൻ കഴിയൂല. ഉഷ്ണം അതിഭയാനകമാണ്. ഏറ്റവും ആഴമുള്ള കിണറ് നരകത്തിന്റെ കിണറാകുന്നു. നരകത്തിന്റെ ആഴം ചെറുതല്ല. നരകത്തിന്റെ ആഴം കണക്കാക്കാൻ കഴിയുമോ? നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടുമ്പോ നരകത്തിന്റെ ആഴം എത്രയാണ്? 1000 ആളുകൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോ ഒരൊറ്റ ആളെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 10,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ 10 പേരെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, 1,00,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ എണ്ണം വെറും 100 എണ്ണമാണ്. 1,00,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാര് 100 എണ്ണമാണ്. കോടികൾ വെച്ച് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. കോടാനക്കോടികൾ അധികവും ഉള്ളത് നരകത്തിലല്ലയോ? എന്നിട്ടും നരകത്തോട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം, ഹലിം തലഅതി, നരകമേ നിറഞ്ഞോ? നരകത്തിന്റെ മറുപടി, ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടെങ്കിൽ തന്നോളൂ അല്ലാഹ്, സ്വീകരിച്ചേക്കാം. നരകത്തിന്റെ ആഴം അതിവിദൂരമാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്കൊന്നും ഒപ്പിക്കാൻ കഴിയില്ല. പിന്നെയും ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, കിട്ടുന്ന പാനീയമോ കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ്. അടിനദാഹം കൊണ്ടൊന്ന് കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് പാനപാത്രം ചുണ്ടിലേക്ക് അടുപ്പിച്ച് വെച്ച് നോക്കുമ്പോ ചുണ്ട് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു, മൂക്ക് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു, കണ്ണ് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു. മുഖത്തെ അത് കരിച്ചു കളയുന്നു, ചുട്ട് കരിച്ചു കളയുന്നു. നിങ്ങൾ കോഴിയെ ചുടുന്നത് കണ്ടിട്ടില്ലേ? ചുട്ട കോഴിയെ ഭക്ഷിക്കാറില്ലേ? നമ്മുടെ ശരീരത്തിന്റെ തൊലിഭാഗങ്ങൾ നരകത്തിന്റെ ഒരു ചീഞ്ചലം അടുപ്പിക്കുമ്പോഴേക്ക് അതിന്റെ ആവി തട്ടിയിട്ട്, അതിന്റെ തീയല്ല, ഈ ചുടുവെള്ളത്തിന്റെ ആവി തട്ടിയിട്ട് ആ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാണെങ്കിൽ അതെന്തൊരു ചൂടാ! സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ലഹാ സബ്അതു അബ്വാബ്, നരകത്തിന് 7 തട്ടുകളുണ്ട്. ബൈന കുല്ലി ബാബൈനി മസീറത്തു 70 സന. ഓരോ തട്ടിന്റെ ഇടയിലും 70 കൊല്ലത്തെ വഴുദൂരമുണ്ട്. 7 തട്ടുകളായിട്ട് നരകം സംവിധാനിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. ഓരോ തട്ടിലേക്കും ഓരോ നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട പെങ്ങളെ, നരകത്തിലേക്ക് പോകുന്ന നാവ് വേണ്ട, നരകത്തിലേക്ക് പോകുന്ന വസ്ത്രം വേണ്ട, നരകത്തിലേക്ക് പോകുന്ന ഭക്ഷണം വേണ്ട, നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വികാര വിചാരങ്ങളൊന്നും വേണ്ട. നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം വൽ ഫർജു, സ്വകാര്യ അവയവമാണ്. സെക്സുകളല്ലേ നാട്ടിൽ
അതിനെക്കാട്ടിലധികം നടക്കുന്നത്. അതിനല്ലേ ആളുകൾക്ക് മോഹമുള്ളത്. അനാവശ്യ പ്രവർത്തനങ്ങളല്ലേ വർഷാവർഷം അധികരിച്ചു വരുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു നിനക്ക് തന്ന സ്വകാര്യ അവയവം ഹലാലായി റബ്ബ് ഉപയോഗിക്കാൻ പറഞ്ഞ മാർഗത്തിലൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. പെണ്ണും കല്യാണത്തിനൊരുങ്ങിപ്പോയി. ആണും കല്യാണത്തിന് സമ്മതം വാങ്ങിയിട്ട് കോടതിയിൽ പത്രിക നൽകിപ്പോയി. സ്വർഗ വിവാഹം അതൊരു നിയമമായിട്ട് അംഗീകരിക്കുന്നതിന് മുറവിളി അധികം കൂട്ടിപ്പോയി. മുസ്ലിം പെണ്ണുങ്ങൾ വിവാഹിതരായി പോയി, മുസ്ലിം ആണുങ്ങളും വിവാഹിതരായി പോയി. ഒരു പെണ്ണിന് ആണിന്റെ പേരും മറ്റൊരു പെണ്ണിന് പെണ്ണിന്റെ പേരും വെച്ച് പോയി. എന്താണ് ആ ബന്ധത്തിന്റെ താല്പര്യം? എന്താണ് ആ ബന്ധത്തിന്റെ അർത്ഥം? അവരെ ഈമാനൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിലാണെങ്കിലും ഈ അനാവശ്യ കൃത്യങ്ങളെ കൊണ്ട് പോയി ചേരാനുള്ളത് നരകമെന്ന ലോകത്തേക്കാണ്. ചെറിയ ചെറുപ്പക്കാരികൾ വരെ സെക്സ് കണ്ടിട്ട് വികാര വിചാരങ്ങള് ശമനം നടത്തിപ്പോയി. മൊബൈലിലൂടെയും ഉപകരണങ്ങളിലൂടെയും സെക്സ് കണ്ടിട്ട് സ്വന്തം ശരീരങ്ങളിലുള്ള അവിഹിത മാർഗങ്ങള് സ്വന്തത്തിലൂടെയും അല്ലാതെയും വികാര വിചാരങ്ങളെ ത്രസിപ്പിച്ചു പോയി. അനാവശ്യ രൂപത്തിലുള്ള സമ്പർക്കങ്ങള് യാത്രയിലും ടൂറിലും മറ്റു സന്ദർശന സ്ഥലങ്ങളിലും വാടക രൂപത്തിലും അല്ലാതെയും വർദ്ധിച്ചുപോയി. ജനങ്ങളെ നരകത്തിൽ കടത്തുന്ന അധിക കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എണ്ണി പറഞ്ഞപ്പോ സ്വകാര്യ അവയവമാണെന്ന് പറഞ്ഞപ്പോ അത് ചെറുതായി തോന്നണ്ട. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം മക്കളെ പ്രായപൂർത്തിയെത്തിയവരാണെങ്കിലും കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നവരാണെങ്കിലും അന്യന്റെ കൂടെ ടൂറിന് വിടുന്ന ഉപ്പമാരെ ആ മക്കളെ നരകത്തിലേക്ക് വിടല്ല. നരകത്തിന്റെ വഴിക്കൊരു മാർഗം ഒരുക്കി കൊടുക്കല്ല. 9ാം ക്ലാസ്സുകാരി നമ്മുടെ നാട്ടിൽ ഗർഭിണിയായിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല പല സംഭവങ്ങളുണ്ട്. 10ാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട്. 11ാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട്. 12ാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട്. നമ്മുടെ പിന്നില് നരകത്തിൽ നിന്നവരെ കാത്തു സൂക്ഷിക്കാൻ അള്ള ഓർഡർ തന്നിട്ട് കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്കൊരു സുഖസല്ലാപത്തിന് വേണ്ടിയിട്ട് തോന്നുന്ന വഴിയിലേക്ക് അവരെ കൂടെ ആടിപ്പാടാൻ പറ്റുന്ന ആണുങ്ങളെ കൂടെ വിട്ടയച്ചു പോയാൽ നിങ്ങളെത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും നിങ്ങളെത്ര നോമ്പെടുക്കുന്നവരാണെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി അക്ഷീണം എത്തിക്കുന്നവരാണെങ്കിലും മക്കളെ ഒരു ബാധ്യത നിങ്ങളെ പരടിയിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ബാധ്യതയല്ല. നിങ്ങളുടെ സ്വന്തം ചോദ്യം കഴിഞ്ഞ് നിങ്ങൾ അക്കരയെത്താമെന്ന് കരുതരുത്. മക്കളുടെ ചോദ്യവും കൂടെ വരുമ്പോ അവരെ വഴിതെറ്റാനുള്ള മാർഗങ്ങൾ എങ്ങനെ ഉണ്ടായി? ഞാൻ ആദ്യമായി അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചൊരു കുട്ടി പറയുന്നത് എനിക്കൊരു വേശ്യാവൃത്തിക്ക് വഴിയൊരുക്കി തന്നത് ഈ നിൽക്കുന്ന ബാപ്പ തന്ന 10,000 5000 അവരെന്നെ പറഞ്ഞയച്ച ടൂറിലാണ് ഞാൻ ആ സെക്സ് മണത്തതെന്ന് ഒരു മകള് പറയുമ്പോ ഒരു മകന് പറയുമ്പോ നമുക്ക് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താമോ? അതിന് കഴിയുമോ സഹോദരാ? നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണമെന്ന് വളരെ സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിന്റെ 7 തട്ടുകൾ എണ്ണി പറയുമ്പോ ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലമൊന്ന് കൂട്ടി നോക്കൂ. 70 കൊല്ലത്തെ വൈദൂരമാ. മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഏറ്റവും പുള്ളിങ് ഉള്ള വാഹനത്തിന് ഭൂമിയിലൂടെ പോയാൽ ഒരൊറ്റ മാസം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലെത്തുമില്ലേ? ഇത് 1 കൊല്ലത്തെ വൈദൂരമല്ല, 2 കൊല്ലത്തെ വൈദൂരമല്ല, 70 കൊല്ലത്തെ വൈദൂരമാണ്. ബൈന കുല്ലി ബാബൈനി മസീറത്തു 70 സന.
എത്രണ്ട് നരകത്തിന്റെ വിശാലത! ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലത്തിന്റെ അകലം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാൻ നബിയെ, രണ്ട് തട്ടുകൾക്കിടയിൽ 70 കൊല്ലത്തിന്റെ വൈദൂരമുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ട് പറയുന്നു അല്ലാഹുവിന്റെ റസൂലിനോട്, കുല്ലു ബാബിൻ മിൻഹാ അശദ്ദു ഹർറം മിനൽ ആഖിർ. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാളും ചൂട് കൂടിയതാണ്. കവാടങ്ങളൊക്കെ മലർക്കേ തുറക്കപ്പെട്ട രൂപത്തിലാണ്. പുറത്ത് കിടക്കാൻ കഴിയുമെന്ന് കരുതരുത്. കാവൽപടന്മാര് പുറത്തുണ്ട്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. നല്ല മല്ലന്മാരായ കട്ടിയും ഗൗരവവും ആരോഗ്യവുമുള്ള മലക്കുകളാണ് ഓരോ വാതിലിന്റെ അടുത്തുള്ളത്. 19 മലക്കുകളാണ്. എന്തിനാ 19? ഒന്ന് പോരെ. കാരണം ഒരു മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എത്രയാ? 2 ചുമലിന്റെ ഇടയിലുള്ള അകലം തങ്ങൾ പറഞ്ഞത് എത്രയാ? മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ഒരൊറ്റ മലക്കിന്റെ, എന്തിനാ 19? ഒന്ന് പോരെ. ഒരൊറ്റ മലക്കിന്റെ ശരീരത്തിന്റെ വലുപ്പം പറഞ്ഞത്, 2 ചുമലിന്റെ ഇടയിലുള്ള അകലം പറഞ്ഞത് മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അകലാണ് ഒരു മലക്കിന്റേത്. അങ്ങനത്തെ 19 പുറത്ത് കിടക്കാൻ കഴിയോ? എങ്ങനെങ്കിലും ചുളിവിൽ പുറത്ത് ചാടാൻ കഴിയോ? ഒരിക്കലും ചാടാൻ കഴിയൂല, പുറത്ത് ചാടാൻ കഴിയൂല. മാർഗങ്ങൾ പലതും ചോദിച്ചു നോക്കും, കേണപേക്ഷിച്ച് നടത്തു നോക്കും. ഒരു ദിവസമെങ്കിലും ഒന്ന് ശിക്ഷ കുറച്ചു തരുമോ ചോദിക്കും. ഒരൊറ്റ ദിവസമെങ്കിലും, കുറെ വേണ്ട, ഒരൊറ്റ ദിവസമെങ്കിലും ശിക്ഷ ഒന്ന് ചുരുക്കി തരുമോ, ഒന്ന് കുറച്ചു തരുമോ കെഞ്ചി ചോദിക്കും നരകവാസികൾ. തിരിച്ചു മലക്കുകൾ ചോദിക്കുന്നത് അലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്. മുർസലീങ്ങൾ, ദൂതന്മാര് നരകമുണ്ടെന്നും നരകത്തിലേക്ക് പോകരുതെന്നും തെളിവുകളുമായിട്ട് നിങ്ങളെ സമീപിച്ചില്ലായിരുന്നോ? ഖാലൂ ബലാ. നരകക്കാര് പറയും, അതേ, ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളെ ഉണർത്തിയിരുന്നു, പക്ഷേ ഞങ്ങളെ അനുസരിച്ചില്ല. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാൾ ചൂട് കൂടിയതാ. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാളും ദുർഗന്ധം കൂടിയതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഫൈദന്തഹു ഇലാ അവ്വലിൽ അബ്വാബി. ആദ്യത്തെ ഗേറ്റിലേക്ക്, ആദ്യത്തെ തട്ടിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തലഖതുഹുമുസ് സബാനിയതു ബിസ്സലാസിലി. അതേ സബാനിയത്തായ മലക്കുകൾ ചെങ്ങല കൊണ്ട് അവരെ ആവരണമണിയിച്ചു കഴിഞ്ഞു. ഇവിടെ പോലീസുകാരൻ കയ്യിന് മുറുക്കുന്ന ചെങ്ങല പോലെയല്ല, ലോക്കപ്പിലിടുന്ന ചെങ്ങല പോലെയല്ല. 70 മുഴം വലുപ്പമുള്ള ചെങ്ങലയാണ്. ഒരൊറ്റ കണ്ടിയും പൊട്ടിക്കാനൊക്കൂല. കുടുക്ക് ചെങ്ങല, വല്ലാത്ത ചെങ്ങലയാണ്. അതിൽ കുലുക്കിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. തഖ്റുജു മിൻ ബൈനി കത്ഫൈഹി. ചെങ്ങല നെഞ്ചിന്റെ ഭാഗത്തിലൂടെ കൊളത്തിയിട്ട് അതേ ചുമലിന്റെ ഭാഗത്തിലൂടെ പുറത്തെടുത്തിട്ട് ഒന്ന് മുറുക്കിപ്പോയി നെഞ്ചിന്റെ ഭാഗത്തിലൂടെ തുളച്ചിട്ട് അതിന്റെ മറ്റൊരു ഭാഗം കോർത്തു വെക്കുന്നത് 2 ചുമലിന്റെ ഭാഗത്തിലൂടെയും ചെങ്ങലയുടെ 2 ഭാഗം വന്നുപോയി. ബാക്കിയുള്ളത് പിടിച്ചുകൂട്ടി കെട്ടിപ്പോയി. പിന്നെ ഒരു വലിയ ഒരൊറ്റ ഏറും കൊടുക്കലാണ്. ഓരോ കാഫിറിന്റെ കൂടെയും ശൈത്താനെ കൂട്ടുകാരനായി ബന്ധിപ്പിക്കും. മുഖത്തിലൂടെ നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകും. ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ടവന് വേട്ടം കൊടുക്കും. കുല്ലമാ അറാദു അയ്യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ. നരകത്തിൽ നിന്ന്
പുറത്തു ചാടാൻ ഉദ്ദേശിക്കുമ്പോ വീണ്ടും അതിലേക്ക് തള്ളിയങ്ങ് മാറ്റും. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡാണ്. ആ ഇരുമ്പിന്റെ ദണ്ഡിന് പടുപ്പുണ്ട്, അതിന് ചൂടുണ്ട്, അതിന് മൂർച്ചയുണ്ട്, അതിന് ഖനമേറെയുണ്ട്. അത്ര ഖനമുള്ളൊരു ഇരുമ്പ് ദുനിയാവിൽ എവിടെയും കിട്ടില്ല. പ്രത്യേകം സംവിധാനിച്ച ഇരുമ്പാണ്. ഇരുമ്പ് പിടിക്കുന്ന മലക്കുകൾക്ക് ക്ഷീണമുണ്ടോ? അവർക്ക് എപ്പോഴും സാഹസികത കൂടിയിട്ട് ഒരു ക്ഷീണം മാറ്റുന്ന രൂപത്തിൽ ഇരുമ്പ് താഴെ വെക്കുന്ന പണിയുണ്ടോ? ഇല്ലേ ഇല്ല. പുറത്ത് കിടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് വരുമ്പോഴേക്ക് ആഞ്ഞടിക്കുന്നൊരടി കൊണ്ട് അതാ ആഴിയിലേക്ക് താണു പോകുമോ? ഭയാനകത സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുമോ? പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കും. അപ്പോഴേ ദണ്ട് കൊണ്ട് വീണ്ടും ശരീരത്തിൽ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ടേക്കുന്നു. ഈ വിവരങ്ങൾ അങ്ങനെ കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, 7 തട്ടുകൾ നരകത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ, മാ സുഖാനു ഹാദിഹിൽ അബ്വാബ്, 7 തട്ടുകളിലും താമസിക്കുന്ന ആളുകളാരാ? 7 തട്ടിലും ഒരൊറ്റ തട്ടിലേക്കും കടക്കരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കടക്കുന്നതൊരു സുഖമുള്ള ഏർപ്പാടല്ല. കേൾക്കാൻ തന്നെ കഴിയാത്ത നരകത്തിലേക്ക് എങ്ങനെയാ പ്രവേശിക്കുന്നത്? അനുഭവിക്കാൻ കഴിയാത്ത ചൂടെങ്ങനെയാ ശരീരത്തിലേക്ക് ഏൽക്കുന്നത്? സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു, അമ്മൽ ബാബുൽ അസ്ഫലു, ഏറ്റവും അടിയിലെ തട്ട്, ഫഫീഹിൽ മുനാഫിഖൂൻ, അതിലാണ് നബിയെ മുനാഫിഖുകൾ കിടക്കുന്നത്. വസ്മുഹുൽ ഹാവിയ, അതിന്റെ പേര് ഹാവിയ എന്നാണ്. ഏറ്റവും അടിയിലെ തട്ടാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഈമാന് നല്ല കരുത്തോടെ ശ്രദ്ധിക്കണം. ഈമാനിൽ കേടുപാടുണ്ടായിത്തീരരുത്. ഈമാനിൽ കേടുപാട് വരുമ്പോഴാണ് യഥാർത്ഥ നിഫാഖ് കുടികൊള്ളുന്നത്. വിശ്വസിക്കേണ്ട ഒരു കാര്യങ്ങളിലും നമ്മുടെ ഇൽമിന്റെ കുറവ് കൊണ്ട് നിഷേധ പ്രകടനം നടത്തരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും ഉണ്ടാകൂല, അതൊക്കെ വെറുതെ പറയാണ് എന്ന് പറയരുത്. അറിവില്ലാത്തവർ ചോദിച്ചു പഠിക്കണം. ഈ ഭയാനകതകളൊക്കെ പറയുമ്പോ ഇതാരാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ, നമ്മളത് വിശ്വസിച്ചു. നമ്മുടെ യുക്തിക്ക് പറ്റുന്നതാണെങ്കിൽ വിശ്വസിച്ചു എന്നല്ല, അതിന് വിശ്വാസം ഒന്നും അറിയില്ല. നമ്മളെ ബുദ്ധിക്കാരെ ബുദ്ധി എന്ത് ബുദ്ധിയുള്ളത്? ഒരായത്ത് പോലും കാണാതെ പഠിക്കാൻ കഴിയാത്ത ബുദ്ധിയാ നിന്റെ ബുദ്ധി. അതൊക്കെ ബുദ്ധി എന്ന് പറയും. ഒരു ഖുർആനിലെ ആയത്ത് ഒരു അരപ്പേജ് പോലും കാണാതെ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത ബുദ്ധിക്ക് എന്ത് ബുദ്ധി എന്നാ പറയാ? എന്നിട്ട് ഇതാ നമ്മളെ ബുദ്ധിക്ക് യോജിക്കൂലാറുന്നത്. ഒരു ബുദ്ധി അറിയാൻ ബുദ്ധി വേണ്ടേ? വലിയ ബുദ്ധിമാന്മാരൊക്കെ സമ്മതിച്ചെങ്കിൽ സമ്മതിച്ചാ പോരെ ഈ അല്പബുദ്ധികൾക്ക്? വലിയ വലിയ ബുദ്ധിമാന്മാരൊക്കെ കഴിഞ്ഞു പോയില്ലേ? 10 ലക്ഷം ഹദീദ് പഠിച്ചവർ, 15 ലക്ഷം ഹദീദ് പഠിച്ചവർ, 1 ലക്ഷം ഹദീദ് പഠിച്ചവർ, എത്ര ബുദ്ധിമാന്മാർ കഴിഞ്ഞു പോയി. അവരൊക്കെ അംഗീകരിച്ച വിഷയ അല്പജ്ഞാനികളായ അല്പബുദ്ധികളായ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് നമ്മളെ ഭാഗ്യക്കേട് എന്നല്ലാതെ എന്ത് പറയാനാ സഹോദരങ്ങളെ? നമുക്ക് ഏറ്റവും വേണ്ടത് അംഗീകാരമാണ്. ഇത് നമ്മെ പഠിപ്പിച്ചിരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് ഉദ്ധരിക്കുന്നത്, ഉറുമ്പാക്കല്ല. തങ്ങൾ ചോദിച്ചപ്പോ ആദ്യമായി പറഞ്ഞത് മുനാഫിഖുകളെയാണ്. അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ ഒരിക്കലും പെട്ടുപോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ ഊട്ടി ഉറപ്പിക്കണം. എന്തെങ്കിലും ഒരു സന്ദേഹം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം പെടുത്താൽ ബന്ധപ്പെട്ട ഉസ്താദുമാരോട് പണ്ഡിതന്മാരോട് ചോദിച്ച് തിരുത്തിയിട്ട് ഈമാൻ റെഡിയാക്കണം. യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. ഇമാമുൽ-ആലം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു. അപ്പൊ ആ യുക്തിവാദി പടച്ചോനൊന്നുമില്ല, അള്ളാഹൊന്നുമില്ല, ഭൂമി ഇങ്ങനെ പ്രകൃതിയുടെ ഒരു വരദാനമാണെന്ന് ഇങ്ങനെ വാദിക്കുന്ന ആളായിരുന്നു. ഇമാമുൽ-ആലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു കപ്പല് വരുന്നുണ്ട്, നിങ്ങൾ കാണാൻ വരുന്നുണ്ടോന്ന് വെച്ചു. എന്താ കപ്പലിന്റെ പ്രത്യേകത? ആ കപ്പലിന് കപ്പിത്താനില്ല. ആ കപ്പലിന് ഓടിച്ചു കൊണ്ടുവരാൻ ഒരു കപ്പിത്താനുള്ള കപ്പല് വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറയും. ഇന്നത്തെ കാലത്ത് ഉസ്താദ് പറഞ്ഞാൽ അത്ഭുതമല്ല അല്ലേ? പ്രകാശം കൊണ്ട് ഓടുന്ന വിമാനങ്ങളുണ്ട്, മറ്റുണ്ട്, പലതുണ്ടെന്ന് പറയില്ലേ? പക്ഷെ അതിന്റെ എപ്പോഴും പ്രവർത്തിക്കുന്ന ആളുണ്ട്, അല്ലാതെ ഓടൂല. ആരാ ഓടുക?
ഒരു പേടകം പെടുന്നാണ് പോകുമ്പോൾ പ്രവർത്തിക്കുന്ന ആളുണ്ട്. ആരുമില്ലേ? വെറുതെ പൊന്തിയതാ. ബാംഗ്ലൂരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഒരു പേടകം അങ്ങോട്ട് അയക്കാണ്, ഗ്രഹങ്ങളിലേക്കും മറ്റുമൊക്കെ. അതിനെ ഇപ്പുറത്ത് ചരട് വലിക്കുന്ന ആളുണ്ട്. കൃത്യമായിട്ടും എവിടെ എത്തിയത്, എവിടെ എത്തേണ്ടതെന്നൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടോ? എല്ലാം ഉണ്ട്. അപ്പൊ ഒരു കണക്ഷൻ ഉണ്ടല്ലേ? ആ കണക്ഷൻ ഉണ്ട്. എല്ലാറ്റിനും ഉണ്ട് അങ്ങനെ ഓരോ കണക്ഷൻ. വെറുതെ ഒന്നും പറക്കൂല, ഓടൂല്ല, ഓരോന്നിനും ഉണ്ട്. ഇപ്പൊ കപ്പൽ നോക്ക് നിങ്ങൾ. കൊച്ചിയിൽ നിന്നൊരു കപ്പല് ദ്വീപിലേക്ക് പോകാന്ന് കൂട്ടിക്കോളും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ റേഞ്ചൊക്കെ പോകും. ഒരു മൊബൈലിനും റേഞ്ച് ഉണ്ടാവില്ല. അരമണിക്കൂറാണ് കപ്പൽ നീങ്ങിയാൽ മൊബൈലിന്റെ ഉള്ളിലുള്ളത് വല്ലതും കാണാം, അല്ലെങ്കിൽ അത് കീശയിൽ ഇങ്ങനെ കാത്തിരിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ദ്വീപിന്റെയോ മറ്റോ ഒക്കെ റേഞ്ച് കിട്ടുന്നിടത്ത് എത്തണം, ഒന്ന് വിളിക്കാനോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനോ. പക്ഷെ അതിലും എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന റഡാറുണ്ട്. അത് ഈ കപ്പൽ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നത് വരെ കൊച്ചിയിൽ അതിന്റെ നീക്കുപോക്കുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ റഡാർ സംവിധാനത്തിലൂടെ. കപ്പിത്താന്റെ അടുത്തുള്ള കയറി അയാൾ പറഞ്ഞിടും ഇതാണ് പോകേണ്ട റൂട്ട്. പക്ഷെ കാറ്റിന്റെ ഗതി ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നത് റഡാറിലൂടെ ചൂണ്ടിക്കാണിച്ചു തരും നമുക്ക് കാണേണ്ട ആളുകൾ. എല്ലാറ്റിനും ഉണ്ട് ഓരോ സംഗതി, ഒന്നുമില്ലാതെ നടക്കൂല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കപ്പിത്താനില്ലാത്ത കപ്പൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, എന്ത് പൊട്ടത്തരാ നിങ്ങൾ പറയുന്നത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവോട് കപ്പിത്താനില്ലാതെ ഒരു കപ്പൽ വരെ നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുഹൃത്തേ, കപ്പൽ എന്ന് പറയുന്ന ചെറിയൊരു സിട്ടിയല്ലേ, ഒരു കപ്പിത്താനില്ലാതെ അത് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എന്നെ വിമർശിച്ചെങ്കിൽ കാണുന്ന പ്രപഞ്ചം മുഴുവനും പടച്ച് നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇല്ലയോ? ഒരു ശക്തിയും ഇല്ലാതെ, ഒരു ഖാലിഖും റാസിഖും ഇല്ലാതെ സ്വയം രൂപത്തിൽ നിയന്ത്രിതമായിട്ട് പ്രപഞ്ചം ഇങ്ങനെ നീങ്ങുകയാണോ? രാവും പകലും ഇത്ര സുന്ദരമായി, ചൂടും തണുപ്പും ഇത്ര കൃത്യമായി, മഴയും വേനലും ഇത്ര രൂപത്തിൽ, ഈ രൂപത്തിലൊക്കെ കൃത്യമായി പോകുന്നത് നിയന്ത്രിക്കുന്ന ഒരു നിയന്താവില്ലാതെയോ? ചിന്തിച്ചുകൊണ്ട് അയാള് മടങ്ങിപ്പോയി. ശരിയാണ്, ഒരു കപ്പൽ അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാനത് നിഷേധിച്ചെങ്കിൽ എത്ര വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചം, ഈ ദുനിയാവ്. ഇതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരുവനില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. നല്ലവണ്ണം ഇൽമാണ് സഹോദരങ്ങളെ അതിന്റെ മരുന്ന്. ആ ഇൽമാണ് നമ്മുടെ പുതിയ തലമുറക്കും മക്കൾക്കുമൊക്കെ പകർന്നു കൊടുക്കേണ്ടത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മാർഗവും ഇൽമു തന്നെയാണ്. അവസാന തട്ടിൽ പോയി പെടരുത് മുനാഫിഖുകളാണ്. വിശ്വാസ രംഗത്ത് വൈകല്യം സംഭവിക്കരുത്. വിദേഹത്തുകാർക്ക് മുഴുവനും വിശ്വാസ രംഗത്താണ് വൈകല്യം. ആരുടെ വിശ്വാസത്തിലാണ് ഏറ്റവും വൈകല്യം എന്നറിയുമോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. തങ്ങൾ പറഞ്ഞ വാക്കുകളെ എതിർക്കരുത്, അവിടുത്തെ പ്രസ്താവനകളെ നിരാകരിക്കരുത്, ബഹുമാനങ്ങളെ ഇടിച്ചു താഴ്ത്തരുത്. ആ രൂപത്തിൽ വിശ്വാസക്കുറവ് വിദേഹത്തുകാർക്കുണ്ട്. അതിലേറ്റവും ശക്തമായ രൂപത്തിൽ കുറവുള്ളത് ബഹുഭൂരിപക്ഷം വിദേഹത്തിന്റെ സംഘങ്ങൾ കൂടി വരുന്ന ശീയത്തിനാണ്, ഷിയാക്കൾക്കാണ്. ലോകത്ത് അവരിൽ വിശ്വസിക്കുന്ന ആളുകളെ കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ, റിസാലത്തിനെ ചോദ്യം ചെയ്യുന്ന കക്ഷികളുണ്ട്. യഥാർത്ഥത്തിൽ നബിയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്, മാറിപ്പോയതാണ് പറയുന്ന കൂട്ടരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരും പള്ളിയിൽ വാങ്ങോട്ട് നിസ്കരിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അവരെ ബാങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. നമ്മളെ നാട്ടിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അവർ അഷ്ഹദു അന്ന അലി വലിയുള്ളാഹ്, ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ്. നിസ്കരിക്കുന്നു 5 വക്ത് നിസ്കാരം. അതുകൊണ്ട് മാത്രം കാര്യമായ ഈമാനാണ് ശരിയായ. അതിന് വല്ല കുഴപ്പവും പറ്റിയാൽ അടിത്തട്ടിലാണ് പോയി കടവേണ്ടത്. മുനാഫിക്കുകളാണത്. ബഹുഭൂരിപക്ഷം മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എത്ര ഉണ്ടായിരുന്നു? ഒരുപാട് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അടിത്തട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത തട്ട് ഫീഹിൽ മുശ്രികൂൻ, അതിലാണ് മുശ്രിക്കുകൾ ഉള്ളത്, ബഹുദൈവാരാധകർ. വസ്മുഹുൽ ജഹീം, അതിന്റെ പേരാണ് ജഹീം എന്നത്. മൂന്നാമത്തെ തട്ട് ഫീഹി സ്വാബിഊൻ, അതിലാണ് സ്വാബിഊൻ എന്നൊരു വിഭാഗം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് അവർ അധികവും ഉണ്ടായിരുന്നത്. തൗറാത്തിൽ പകുതി വിശ്വാസം, ഫുള്ള് വിശ്വാസം
വിശ്വാസമല്ല. അതുപോലെ തന്നെ പൂർവ്വ ഗ്രന്ഥങ്ങളിൽ പല വിഷയങ്ങളും മാറ്റിമറിച്ച് വിശ്വസിച്ചവർ, ശരിക്കാ വാക്കിന് മതം മാറിയവരെന്നർത്ഥം വെക്കും. തൗറാത്തും മൂസാ നബിയും ഒക്കെ ഭാഗികമായ ഒരു വിശ്വാസമേ ഉള്ളൂ, പൂർണ്ണമായ വിശ്വാസം അക്കൂട്ടർക്കില്ല. അവരും നരകത്തിൽ പോയി കിടക്കുന്നവരാണ്. ആ നരകത്തിന്റെ പേരാണ് സഖർ എന്നത്. നാലാമത്തത് താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്കാണ് എണ്ണുന്നത്. ഫീഹിൽ മജൂസ്, അതിലാണ് മജൂസികൾ ഉള്ളത്, തീയാരാധകരുള്ളത്. വസ്മുഹു ലളാ, അതിന്റെ പേരാണ് ലളാ എന്നത്. വൽ ഖാമിസു, അഞ്ചാമത്തത് ഫീഹിൽ യഹൂദ്, അതിലാണ് ജൂതന്മാരുള്ളത്. വസ്മുഹുൽ ഹുതമാ, അതിന്റെ പേരാണ് ഹുതമാ എന്നത്. വസ്സാദിസു, ആറാമത്തെ തട്ട് ഫീഹിൻ നസ്വാറാ, അതിലാണ് ക്രിസ്ത്യാനികളുള്ളത്, ക്രൈസ്തവർ. വസ്മുഹുസ് സഈർ, അതിന്റെ പേരാണ് സഈർ എന്നത്. മുകളിലുള്ള തട്ടില്ലയോ, താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്ക് എണ്ണുമ്പോ ഏഴാമത്തത് തായെന്നാണ് എണ്ണി വന്നത്. ഏറ്റവും മുകളിൽ ഏഴാമത്തേനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം കുറച്ചു നേരം മൗനം പാലിച്ചപ്പോ, എന്താ ജിബ്രീലേ അത് പറയാത്തത്? ഹബീബായ തങ്ങളെ, ലഅഹ്ലിൽ കബായിരി മിൻ ഉമ്മതിക അല്ലദീന മാതൂ വലം യതൂബൂ, തങ്ങളെ ഉമ്മത്തിൽ നിന്ന് വൻ പാപങ്ങളുമായി തൗബ ചെയ്യാതെ മരിച്ച കൂട്ടർക്കാണ് ഏറ്റവും മുകളിലെ തട്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ, കാരുണ്യത്തിന്റെ കേദാരമായ ഉമ്മത്തിന് വേണ്ടി ഏറ്റവും അധികം ദുആ ചെയ്ത നേതാവ്, ഏറ്റവും നല്ല വിട്ടുവീഴ്ചകളൊക്കെ ചോദിച്ചു വാങ്ങി തന്ന നേതാവ്, ഫഖറ മഗ്ശിയൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതരായി പോയി, ബോധം കെട്ടുപോയി. സഹോദരങ്ങളെ, ഉമ്മത്തിന്റെ കഥ കേട്ടിട്ടാണ് വൻകുറ്റം ചെയ്തിട്ട് തൗബ ചെയ്യാത്തവരെന്ന് പറയുമ്പോ, നിസ്കാരം ഒഴിവാക്കിയതിന് ഇനിയും തൗബ ചെയ്യാത്തവരുണ്ടോ? നിസ്കാരം ഒഴിവാക്കിയത് വീട്ടിയാൽ മാത്രം പോരല്ലോ, തൗബ ചെയ്യണം. കാര്യകാരണമില്ലാതെ നിസ്കാരം പിന്തിച്ചവർ നിസ്കരിക്കണം, തൗബ ചെയ്യണം. കാര്യകാരണമില്ലാതെ നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റങ്ങളിൽ ഒന്നാണ്. വൻകുറ്റങ്ങൾ ഒന്നല്ല, ധാരാളമുണ്ട്. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു പോയോ, തൗബ ചെയ്യാതെ നീ അങ്ങനെ മുന്നോട്ട് പോകരുത്. അള്ളാഹുവിനോട് ഖേദപൂർവം നീ മാപ്പ് ചോദിക്കണം. ആ വിഷയത്തിലേക്ക് പിന്നെ പോകില്ലാതെ തീരുമാനമെടുക്കണം. ജീവിതത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഖേദപൂർവമുള്ള തൗബയില്ലേ, യജമാനനായ റബ്ബ് സ്വീകരിക്കും. ആ പാപക്കറ അല്ലാഹു പുറത്തു തന്നാൽ രക്ഷപ്പെട്ടു പോകാം. വൻകുറ്റം ചെയ്തവർക്കാണ് ആ തട്ടെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കണ്ടില്ലേ? ഉമ്മത്തിനെ ആലോചിച്ച് തങ്ങൾക്ക് ബോധം കിട്ടപ്പോ, ബോധം തെളിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീലേ, അദ്മത്തു മുസീബത്തി വസ്തദ്ദ ഹുസ്നി, എന്റെ ദുഃഖം കഠിനമായി പോയി. അവയദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, എന്നെ വിശ്വസിച്ച ആളുകൾ, അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ, അവരിൽ നിന്ന് വല്ലവരും നരകത്തിൽ പ്രവേശിക്കുമോ ജിബ്രീലേ? അതേ നബിയേ, തസൂഖുഹുൽ മലായികത്തു ഇലന്നാർ, മലക്കുകൾ അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. വലാ തസ്വദ്ദു വുജൂഹുഹും, അവരെ മുഖം കരിവാളിക്കൂല. പക്ഷേ അവരും നരകത്തിലെത്തിച്ചേരും, നരകത്തിന്റെ തീക്ഷ്ണത അനുഭവിക്കും. എങ്ങനെയാണ് മലക്കുകൾ അവരെ കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, അമ്മർ റിജാലു ഫബില്ലിഹാ, പുരുഷന്മാരെ താടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിന്നവാസി, അല്ലെങ്കിൽ മൂർദാവ് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. വഅമ്മന്നിസാ, സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഫബിദ്ദവാഇബി വന്നവാസി, നീളമുള്ള തലയിലെ മുടിയില്ലേ, അതിൽ നീണ്ടു നിൽക്കുന്ന മുടിയും മൂർദ
നാവും പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. അവര് നരകത്തിലേക്ക് എത്തുന്ന സമയത്ത് മാലിക് അലൈഹിസ്സലാം മലക്കുകളോട് ചോദിക്കും, ആരാണ് ഈ കൂട്ടര്? മലക്കുകൾ പറയും, ഹൗലാഇ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. മാലിക് അലൈഹിസ്സലാം അവരോട് ചോദിക്കും, അമാലക്കും ഫിൽ ഖുർആനി സജ്റൻ അനിൽ മആസി. ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വാണിംഗ് വന്നില്ലയോ? കുറ്റകൃത്യങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന വാണിംഗ് ഖുർആനിലൂടെ വന്നിട്ടില്ലയോ? അവര് പറയും, അതേ വന്നിരുന്നു, പക്ഷേ ഞങ്ങളത് സ്വീകരിച്ചു പോയില്ല. വീണ്ടും തെറ്റുകുറ്റങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. അത് വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ അവിടെ വെച്ച് കരയുമ്പോൾ കണ്ണിലൂടെ വരുന്നത് രക്തത്തിന്റെ തുള്ളികളാണ്. മാലിക് അലൈഹിസ്സലാം പറയും, മാ അഹ്സന ഹാദൽ ബുകാ ലൗ കാന ഫിദ്ദുനിയാ മിൻ ഖശിയത്തില്ലാഹി തആല ലമാ മസ്സതുകുമുന്നാർ. ഈ ദുനിയാവിൽ വെച്ചാണ് ഈ കരച്ചിലെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾക്ക് നോമ്പ് വന്നില്ലയോ? പാതിരാത്രികൾ കിട്ടിയില്ലയോ? സങ്കടങ്ങൾ ചിന്തിക്കാനുള്ള മനസ്സ് തന്നില്ലയോ? പാപക്കറകൾ ഓർക്കാനുള്ള മനസ്സൊക്കെ അല്ല തന്നില്ലയോ? ഒറ്റ നിൽക്കിട്ടക്കിരുന്നും കൂട്ടമായിട്ടും കരയാനുള്ള വേദി തന്നില്ലയോ? ദുനിയാവിൽ വെച്ചായിരുന്നു ഈ കരച്ചിലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ട ഗതിയില്ലായിരുന്നു. അവിടെ വെച്ച് കരഞ്ഞൂടായിരുന്നില്ലേ? നരകം പേടിച്ച് കരയുന്ന മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് പുറത്തു തന്നു എന്നുള്ളൊരു വിഷയവും നമുക്ക് വന്നിട്ടില്ലയോ? ആലോചിച്ച് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ് കറകൾ മുഴുവനും നീക്കിയിട്ട് നരകം തൊടാതെ സ്വർഗത്തിലെത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഈ അഹ്ലുൽ കബായിറിനെ, വൻകുറ്റങ്ങൾ ചെയ്ത ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയിടാൻ സബാനിയത്തിനോട് മാലിക് അലൈഹിസ്സലാം പറയുമ്പോ നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയിടുന്നു. നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ടാൽ നരകത്തിൽ വെച്ച് അവര് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസത്തിന് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ബാക്കി 6 തട്ടുകളിലുള്ളവരും വിശ്വാസ വൈകല്യം സംഭവിച്ചവരാണ്. നല്ല നിലക്ക് വിശ്വസിക്കാനുള്ള ഒരുപാട് ചാൻസ് കിട്ടിയിട്ടും വിശ്വാസത്തിൽ മാലിന്യവും മായവും ചേർത്തവരാണ് ഏറ്റവും അടിത്തട്ടിലുള്ളവര്. ബാക്കി തട്ടുകളിലൊക്കെ ഉള്ളവര് വിശ്വാസ രംഗത്ത് വൈകല്യം പറ്റിയവരല്ലേ? ഒന്നാമത്തെ തട്ടിലുള്ള ആളുകള് മുകളിൽ നിന്ന് എന്നുമ്പോ ഒന്നാമത്തെ തട്ടിലുള്ളവര് വിശ്വാസ രംഗത്തൊരു കുഴപ്പവുമില്ല, പക്ഷേ കർമ്മരംഗത്ത് വൈകല്യം സംഭവിച്ചവരാണ്. അവരൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് തീ മാറി നിൽക്കുകയാണ്. അവരെ തൊടാതെ തീ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുമ്പോ മാലിക് അലൈഹിസ്സലാം പറയും, യാ നാറു ഖുദീഹിം. തീനോട് പറയും, നരകത്തോട് പറയും, അവരെ പിടിക്കാൻ വേണ്ടി പറയും. ഫമിൻഹും മൻ തഖുദുഹു ഇലാ ഖദമിഹി. കാൽപാദം വരെ തീ പിടിച്ചു വെക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഖുദുഹു ഇലാ റുക്ബതിഹി. മുട്ട് വരെ തീ പിടിച്ച് ശിക്ഷിക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഖുദുഹു ഇലാ സദ്രിഹി. നെഞ്ച് വരെ തീ നരകം പിടിച്ച് ശിക്ഷിക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഖുദുഹു ഇലാ ലിഹിയതിഹി. താടിരോമം വരെ, താട വരെ നരകം പിടിച്ച് ശിക്ഷിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. നരകത്തിലേക്ക് അവരെ വിധി എഴുതിയിട്ട് നരകം പിടിച്ചിട്ട് അവരെ ശിക്ഷിക്കുമ്പോ നരകത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ അല്ലാഹനെ വിളിക്കുന്നുണ്ട്, യാ ഹന്നാനു യാ മന്നാനു യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലാ അൻത
അള്ളാഹുവിനെ വിളിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, അവരുടെ ഉമ്മത്തിൽ നിന്നുള്ള ദോഷികൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം പറയണം. ജിബ്രീൽ അലൈഹിസ്സലാം അത് പോയി പറയുമ്പോ കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് വേണ്ടി സുജൂദിലായി വീഴും. അല്ലാഹുവിനോട് ശഫാഅത്ത് ചോദിക്കും. അല്ലാഹു തആല ശഫാഅത്ത് നൽകുന്നു. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ശഫാഅത്ത് സ്വീകരിക്കുന്നു. അങ്ങനെ നരകത്തിൽ നിന്ന് മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എല്ലാവരെയും ഒറ്റഘട്ടത്തിൽ രക്ഷപ്പെടുത്തൂല കേട്ടോ. 7 വിധം ശഫാഅത്തുകൾ ഘട്ടം ഘട്ടമായി അവിടെ വരുന്നുണ്ട്. അവസാനത്തെ ശഫാഅത്ത് അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടൊരു വിഭാഗത്തെ ക്ലീനാക്കലോടെ ഒന്നാമത്തെ തട്ട് കാലിയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിയാകുമെന്ന് പറഞ്ഞാലും സുഖകരമല്ല സഹോദരങ്ങളെ. അനുഭവിക്കുന്ന ചൂട് ശരീരത്തിലേക്ക് വരുമ്പോൾ നമുക്കതിന്റെ രസവും അതിന്റെ ചൂടും ശരിക്കും ഓർക്കാൻ കഴിയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ തട്ടിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് മുഅ്മിനീങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ബാക്കിയുള്ള തട്ടിലെ ആളുകൾ ഇതൊക്കെ കാണുമ്പോ അവർ പറയും, യാ ലൈതനാ കുന്നാ ഉസാതം മിനൽ മുസ്ലിമീൻ. മുസ്ലിംകളിൽപ്പെട്ട ദോഷിയെങ്കിലും ആയാൽ നമുക്ക് എത്ര നന്നായിരുന്നു. അവരതാ ഓരോരുത്തരായിട്ട് ഓരോ കൂട്ടമായിട്ട് കൊണ്ടുപോകുന്നു. നമ്മളാരും കൊണ്ടുപോകാനില്ലല്ലോ, നമുക്കാരും ശഫാഅത്തിനില്ലല്ലോ, രക്ഷപ്പെടുത്താൻ ആരും വരുന്നില്ലല്ലോ. ബാക്കി 6 തട്ടിലെ ആളുകളും പറയും, യാ ലൈതനാ കുന്നാ മിൻ ഉസാത്തിൽ മുസ്ലിമീൻ. മുസ്ലിംകളെ കൂട്ടത്തിൽപ്പെട്ട ദോഷികളിലെങ്കിലും പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനവും ഒരു സമ്പാദ്യവും ഒരു രൂപവും ഭാവവും ഒന്നും സ്വീകരിക്കാതെ നരകത്തിൽ നിന്ന് മുക്തമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നന്നായി പ്രവർത്തിക്കുക. നിസ്കാരങ്ങൾ ബാധ്യതയുള്ളതൊക്കെ വീട്ടുക. നരകത്തെ ആലോചിച്ച് പേടിച്ച് കരയുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ ഖുർആൻ ഓതിയിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കരയുമ്പോ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, നരകം ആലോചിച്ച് കരഞ്ഞുപോയി നബിയേ. നരകത്തിന്റെ ഭയാനക വലുതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞെങ്കിൽ, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നരകം പേടിച്ച് കരഞ്ഞെങ്കിൽ, രാത്രി മുതൽ സുബ്ഹി വരെ താടിയും പിടിച്ച് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചു കരഞ്ഞെങ്കിൽ, മുഅ്മിനീങ്ങളെ, നരകത്തെ പറ്റി പേടിക്കുകയും നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കുകയും നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ദുനിയാവ് സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള കേന്ദ്രമായി കാണാതെ ആഖിറത്തിലേക്ക് ഒരുങ്ങാനുള്ള ചെറിയൊരു ചാൻസ് അല്ലാഹു ഒരുക്കി തന്നതാണ് ദുനിയാവെന്ന് ചിന്തിച്ച് സ്വർഗം കിട്ടാനുള്ള അമലുകൾ നന്നായി ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യമുള്ള ആളുകളായി മാറിയിട്ട് കഴിവിന്റെ പരമാവധി നല്ല നിലക്ക് തഖ്വ ആർജിച്ച് ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.